പ്രമേഹ രോഗികളിൽ ഹൃദയാഘാത സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നെഞ്ചുവേദനയോ അസ്വസ്ഥതകളോ ഇല്ലാതെ സൈലന്റ് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും പ്രമേഹ രോഗികളിൽ കൂടുതലാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും പലപ്പോഴും പ്രമേഹ രോഗി അറിയണമെന്നില്ല. എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്? ഹൃദയത്തെ സംരക്ഷിക്കാനും ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലിയറും ഒക്കെ തടയാൻ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ ഒരു കൊറോണറി യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഡയബറ്റിസ് ഉള്ളവരുടെ നമ്പർ കൂടുതലായിരിക്കും. ഡെഫിനറ്റ്ലി അവർക്ക് പലർക്കും ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ എല്ലാം ഉണ്ടാവും. അതായത് ഒബേസിറ്റി ഉണ്ടാവും, ഡയബറ്റിസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ബേസിക്കലി ഡയബറ്റിസ് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡയബറ്റിസിൻ്റെ ഉള്ളവർക്കാണ് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ഒരു ആൻജിയോഗ്രാം വേണ്ടി വരുന്നവരും ബൈപ്പാസ് വേണ്ടി വരുന്നവരും ഒക്കെ ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും. പലപ്പോഴും ഈ ഡയബറ്റിസ് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ കഷ്ടപ്പെടാറുണ്ട് വരാറുണ്ട്. ഇപ്പോൾ ചിലർക്ക് എത്ര ചെയ്താലും നമുക്കൊരു ബൈപ്പാസൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും കാണാറുണ്ട് ഒരു 40 ഇയേഴ്സ് 45 ഇയേഴ്സ് ബൈപ്പാസ് ചെയ്യാനായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർ കുറച്ച് ദിവസത്തേക്കോ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇൻസുലിൻ പമ്പ് യൂസ് ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് ഒക്കെയാണ് പല ടൈപ്പ് 2 ഡയബറ്റിസും പേഷ്യൻസിനെ ബൈപ്പാസ് സർജറിക്കൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ബേസിക്കലി എന്താ ഈ ഡയബറ്റിസും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഡയബറ്റിസ് നമ്മളിപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസും ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസും ഉണ്ട്. നമുക്കറിയാം ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസുലിൻ്റെ കുറവാണ്. സാധാരണ കുട്ടികളിൽ കൊച്ചായിരിക്കുമ്പോൾ വരുന്നതാണ്. അത് അവർക്ക് പിന്നെ ഇൻസുലിൻ കൊടുത്താലേ പറ്റുള്ളൂ. കാരണം പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് നശിച്ചു പോയി, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് തുടക്കത്തിലേ കണ്ടുപിടിച്ച് ഏർലി സ്റ്റേജ്, അതായത് തീരെ കുറഞ്ഞു പോകുന്നതിന് മുമ്പാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടൈപ്പ് 2 അങ്ങനെയല്ല. ടൈപ്പ് 2വിൽ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ്റെ കുറവില്ല. അത് നമുക്ക് പബ്ലിക്കിന് ഏറ്റവും അറിവില്ലാത്തൊരു കാര്യമാണ്. പലരും പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ഇൻസുലിൻ ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാതെ? പലരും ഇൻസുലിൻ നമ്മൾ കാണാറുണ്ട്, പലരുടെ ഇൻസുലിൻ ലെവൽ വളരെ ഹൈയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് നോക്കുമ്പം 4-5 യൂണിറ്റ് ഇൻസുലിനേ ഉണ്ടാവുള്ളൂ. ഒരു ബ്ലഡ് ഷുഗർ അറൗണ്ട് 100 നിൽക്കുമ്പം 4-5 യൂണിറ്റ് ഇൻസുലിൻ വേണ്ടെടുത്ത് ഈ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ്റെ ലെവൽ വെരി ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഷുഗറിൻ്റെ ലെവലും ഹൈ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണം. അതാണ് നമ്മൾ ബേസിക്കലി ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ കൂടുതലാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റ്? അതാണ് ചോദ്യം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നെല്ലാം വീണ്ടും ഇൻസുലിൻ കൂട്ടാനാണ്. അപ്പം നമ്മളുടെ ബ്ലഡ് ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം എന്താ? രക്തക്കുഴലിന് ഡാമേജ് വന്നിരിക്കുന്നതുകൊണ്ടാണ്. രക്തക്കുഴലിന് ഡാമേജ് വരുത്താൻ ആരാ കാരണം? ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഗ്ലൂക്കോസ് കൂടുന്നതാണ് രക്തക്കുഴലിന് ഡാമേജ് വരാൻ കാരണം. കാരണം ഈ ഗ്ലൂക്കോസ് എല്ലാം 500, 400, 300 ഒക്കെ ഈ ഗ്ലൂക്കോസ് ഈ രക്തക്കുഴലിനകത്തൂടെയാണ് പോകുന്നത്. എങ്ങോട്ട് പോകുന്നു? ഹോൾ ബോഡി ഏകദേശം 60,000 മൈൽസാണ് നമ്മളുടെ രക്തക്കുഴലുകളുടെ നീളം. അപ്പം ഈ രക്തക്കുഴലുകളുടെ എല്ലാം ലൈനിങ്, അതിൻ്റെ എൻഡോത്തീലിയം എന്ന് പറയും, ഇതിനെ എല്ലാം ലൈൻ ചെയ്തിരിക്കുന്ന ഈ എൻഡോത്തീലിയം നേരെ ഈ ഗ്ലൂക്കോസുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അവർക്ക് അതൊരു വിഷം പോലെയാണ്. അതുപോലെ തന്നെ ഈ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് ഇൻസുലിൻ്റെ അളവും കൂടുതലാണ്. അപ്പം ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് നമുക്ക് ബോഡിക്ക് പല വിധത്തിലുള്ള രക്തക്കുഴലുകൾക്ക്, പ്രത്യേകിച്ച് സ്മോൾ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് ഈ രക്തക്കുഴലുകൾക്ക് വരുന്ന ഡാമേജ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല വരുന്നത്, ന്യൂറോപ്പതി കാലിലെ കൈക്ക് സെൻസേഷൻ കുറയുന്നു, മരവിപ്പ് വരുന്നു, പുകച്ചിൽ വരുന്നു, അതിനൊക്കെ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. അതുപോലെ നെഫ്രോപ്പതി, കിഡ്നിയിലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുമ്പോഴാണ് നെഫ്രോപ്പതി വരുന്നത്. കണ്ണിന് റെറ്റിനോപ്പതി, കാഴ്ചയ്ക്ക് വരുന്നത്, അത് കണ്ണിലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുമ്പോഴാണ് റെറ്റിനോപ്പതി വരുന്നത്. അതുപോലെ ഈ നോൺ ഹീലിംഗ് അൾസേഴ്സ് വന്ന് ആംപുട്ടേഷനൊക്കെ വേണ്ടി വരുന്നതിൻ്റെയും കാരണം അങ്ങോട്ടുള്ള രക്തയോട്ടം നിന്ന് പോകുന്ന. രക്തയോട്ടം നിൽക്കാൻ എന്താ കാരണം? ഈ ഷുഗർ കൂടിയത് കാരണം രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നു.
പിന്നെ ഈ ഷുഗർ കൂടുതൽ വന്നുള്ളത് കാരണം അവിടെ ഒരു മൊത്തത്തിൽ ഷുഗർ കൂടുതലല്ലേ, അവിടെ ബാക്ടീരിയയ്ക്കും വൈറസിനും ഫംഗസിനും ഒക്കെ വളരാനുള്ള ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറാണ് അവിടെ കിട്ടുന്നത്. ഒരു മുറിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്നത്. അപ്പം അവിടെ അവർ ഫ്ലറിഷ് ചെയ്യും. ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവനുള്ള ഒരു സ്ഥലത്ത് അത് നമ്മളുടെ ബോഡിയിൽ അവർക്ക് വളരാൻ അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ബാക്ടീരിയ മാത്രമേ വളരാൻ പാടുള്ളൂ. ഇത് നമുക്ക് ഹാംഫുൾ ഉള്ള ബാക്ടീരിയയും കൂടെ ഈ അൾസറിലൊക്കെ ഈ ഗ്ലൂക്കോസ് സിസ്റ്റം പോലെ ഉള്ളതുകൊണ്ട് അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് വരുന്നത്. ഡയബറ്റിക് പേഷ്യൻസിനാണ് ഈ മെമ്മറി കുറവ്, ഡെമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലും ഇതാണ്. അതിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് അൾഷിമേഴ്സ് ഡിസീസിൻ്റെ ഒരു കാരണം തന്നെ ഹൈ ഇൻസുലിൻ, നമുക്ക് ഈ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ, ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നവർക്ക് അൾഷിമേഴ്സ് ഡിസീസിന് സാധ്യത കൂടുതലും. പിന്നെ നമുക്ക് തന്നെ അറിയാം ഈ ഡയബറ്റിക് പേഷ്യൻസ് ആങ്സൈറ്റി, ഡിപ്രഷന്, വയറ് പ്രശ്നങ്ങൾ, ഗ്യാസ് കെട്ടുക, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ്, ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വരാം, അതുപോലെ ക്യാൻസറും വരാം. അപ്പം നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് കൂടുമ്പം സ്റ്റീറോയിഡ് ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടും. അതുപോലെ തന്നെ ഇൻസുലിനും കൂടുതലാണല്ലോ ഇവരിൽ. അപ്പം ഇൻസുലിൻ കൂടുമ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ കുറയും. കാരണം യൂഷ്വലി അതെല്ലാം ഒരു സൈക്ലിക്കലായിട്ടാണ്, നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് സാധാരണ നമ്മുടെ ബോഡി കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസും കൂടുതൽ വരുമ്പോഴേക്ക് മൊത്തത്തിൽ ആ ഹോർമോൺ മെലിയും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റവും എല്ലാം തെറ്റിയാണ് ഈ ഡയബറ്റിക് പേഷ്യൻസി വരുന്നത്. അപ്പം അവിടുത്തെ ഡയബറ്റീസ് ഏറ്റവും ഡാമേജ് ചെയ്യുന്നത് നമ്മുടെ രക്തക്കുഴലുകളെയാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾ ഡാമേജ് ചെയ്യുന്നത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ടെൻഡൻസി കൂടുന്നത്. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻ്റ് വരുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് ബേസിക്കലി രക്തക്കുഴലുകളാണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകൾ എന്ന് പറഞ്ഞാൽ 2 മെയിൻ രക്തക്കുഴലുകളാണ്. ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റ് കൊറോണറി ആർട്ടറി, ഒരു ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. അപ്പോൾ ഈ റൈറ്റ് കൊറോണറി ആർട്ടറിയാണ് നമ്മളുടെ ഈ റൈറ്റ് ഏട്രിയം, റൈറ്റ് ഭാഗത്തേക്ക് ഒക്കെ കൊടുക്കുന്നത്. ഈ റൈറ്റ് ഏട്രിയം ആ ഭാഗത്താണ് നമ്മുടെ പേസ് മേക്കർ ഇരിക്കുന്നത്. അപ്പോൾ റൈറ്റിൻ്റെ മേജർ ബ്രാഞ്ചിനെ അഫക്റ്റ് ചെയ്തത് എന്നാൽ തുടക്കം ഭാഗം, പിന്നെ തുടങ്ങി ഇങ്ങനെ പോന്നു പിന്നെ ചെറുതായി വരികയാണല്ലോ. അപ്പം അതേന്ന് ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾ ഹാർട്ടിൻ്റെ പുറമേ കൂടെയാണ് പോകുന്നത്. എന്നിട്ട് അകത്തേക്ക് പെനട്രേറ്റിംഗ് വെസൽസ് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഓരോന്നോരോന്ന് താഴേക്ക് വരുമ്പോൾ ഓരോ ഇതിലേക്കും മസിലിനകത്തേക്ക് തുളച്ച് കയറി ആ ഭാഗത്ത് കൊടുത്ത് അങ്ങനെയാണ് പോകുന്നത്. അപ്പം ആദ്യം തുടക്ക ഭാഗത്ത് തന്നെ വരികയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്ക് വരുമോ, അല്ലെങ്കിൽ അവിടെ ആർത്രോസ്ക്ലെറോസിസ് വന്ന് ബ്ലോക്ക് വന്ന്, അല്ലെങ്കിൽ അവിടെ ഒരു ലീക്ക് വന്ന് അവിടെ ഒരു രക്തക്കട്ട ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, റൈറ്റിലാണെങ്കിൽ പ്രത്യേകിച്ചും പേസ് മേക്കറിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഹാർട്ടിൻ്റെ ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഭാഗത്തേക്കുള്ള രക്തക്കൊഴലുകളെയും കൂടെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റായിട്ട് വരുന്നത്. പെട്ടെന്ന് ഹാർട്ട് അങ്ങ് നിന്നു പോവുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പം നമ്മൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന് പുറത്തൊക്കെ ആണെങ്കിൽ അവർ റിവൈവ് ചെയ്യാൻ സാധിച്ചെന്ന് തന്നെ വരില്ല. അപ്പം അതാണ് ഹൃദയസ്തംഭനം വന്ന് പലപ്പോഴും ഹൃദയസ്തംഭനം വന്ന 90% പേരും മരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന് പുറത്ത് വെച്ചാണെങ്കിൽ. ഹോസ്പിറ്റലിനകത്ത് ICUയിലൊക്കെ കിടക്കുമ്പോഴാണ് പിന്നെ റിവൈവ് ചെയ്യാൻ പറ്റുന്നിരിക്കും. പിന്നെ കുറച്ചും കൂടെ വലിയ രക്തക്കുഴലുകൾക്കാണെങ്കിൽ നമുക്കപ്പോഴാണ് ഈ വേദനയൊക്കെ തോന്നി നമ്മൾ അസ്വസ്ഥതകൾ വരും, തലകറക്കം വരും, അല്ലെങ്കിൽ വേർപ്പ് വരും, വേദന വരും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അതാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് മോഡറേറ്റ് ലെവലിലുള്ള രക്തക്കുഴലുകൾക്ക് വരുമ്പോഴാണ്. അത് തന്നെ ആ രക്തക്കുഴലുകളുടെ സൈസ് അനുസരിച്ചിരിക്കും എത്രമാത്രം ഭാഗത്താണ് ഹാർട്ടിന് ഡാമേജ് വന്നിരിക്കുന്നത്. ഹാർട്ടിൻ്റെ മസിലിനെയാണല്ലോ ഡാമേജ് ചെയ്യുന്നത്. ഹാർട്ടിനകത്ത് അതിൻ്റെ നെർവ്സ് ഉണ്ട്, അതാണ് നമ്മൾ ആ ബീറ്റിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ. പിന്നെ മെയിൻലി ഉള്ളത് മസിലാണല്ലോ അതിൻ്റെ ആ പമ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മസിലിന് എത്ര ഭാഗത്തിന് ഡാമേജ് വന്നു എന്നനുസരിച്ചായിരിക്കും എത്ര ഹാർട്ട് ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ അറ്റാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റ് സ്റ്റേബിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റിപ്പയറാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ ഈ രക്തക്കുഴൽ നമ്മൾ സ്റ്റെൻറ്റ് ഇടുക അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുകയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും
മേജർ രക്തക്കൊഴലുകൾക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ വലുതിനാണ് വന്നിരിക്കുന്നത്. അത് ഈവൻ റൈറ്റിൽ മാത്രമല്ല, ലെഫ്റ്റിൽ വന്നാലും മേജർ രക്തക്കൊഴലിന് വന്ന് ഒരു ലാർജ് പാർട്ട് ഓഫ് ദ ഹാർട്ട് മസിൽ അങ്ങ് ഡാമേജ്, രക്തം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഹൃദയസ്തംഭനം ഉണ്ടാവും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കൂടുതൽ കാർഡിയാക് ഫെയിലിയറിലേക്കും അല്ലെങ്കിൽ ആ മസിൽ ഡാമേജ് കൊണ്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് സൈലൻ്റ് അറ്റാക്കാണ്. ഈ ഡയബറ്റിക് പേഷ്യൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, സൈലൻ്റ് അറ്റാക്കിൻ്റെ സാധ്യത കൂടുതലാണെന്നാണ്. അത് ചെറിയ രക്തക്കൊഴലുകൾക്ക് വന്നിട്ടാവാം. കാരണം ഈ സ്മോൾ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരാൻ ഈ പ്രത്യേകിച്ച് ഇൻസുലിൻ ലെവലും കൂടി കൂടുതലുള്ളതുകൊണ്ട് ചാൻസ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ അറിയില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസിന് സെൻസറി ലോസ് ഉണ്ടാകും. ഇപ്പം കാലിലെ സെൻസേഷൻ കുറയുമല്ലോ. അവർക്ക് ഒരു മുറിവ് വന്നാലോ അല്ല കാലിൽ എന്തെങ്കിലും കൊണ്ട് കയറിയാലോ ഒന്നും അവർക്ക് ആ സെൻസേഷൻ അറിയാൻ മേലാത്തതുകൊണ്ടാണല്ലോ പലപ്പോഴും അൾസറിലേക്ക് പോകുന്നത്. ഈ സെൻസറി, അതായത് ന്യൂറോപ്പതി, സെൻസറി ന്യൂറോപ്പതി കാലിൽ മാത്രമല്ല ഹാർട്ടുമായിട്ട് മറ്റെല്ലാ ഭാഗങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് സെൻസേഷൻ അറിയാനുള്ള കഴിവ് കുറവുള്ളതുകൊണ്ട് നമ്മൾ ഒരു അറ്റാക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയ രക്തക്കൊഴലുകളൊക്കെ അല്ലാത്ത വെരി ഇതായിട്ടുള്ള ഡയബറ്റിക് അല്ലാത്ത ഒരാൾക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള രക്തക്കൊഴൽ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇവർക്കങ്ങനെ ഉണ്ടാവണമെന്നില്ല. വേദന അറിയുമ്പോഴാണല്ലോ നമ്മളൊരു രോഗമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നത്. ഇപ്പം നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ വന്നു, അല്ലെങ്കിൽ താടിക്ക് വേദന വന്നു, ഇങ്ങനെ വരുമോ അല്ലെങ്കിൽ തലകറക്കം വരുമോ, സെറ്റിംഗ് വരുമോ, അസ്വസ്ഥത വരുമോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. പക്ഷേ ഈ അസ്വസ്ഥതകളൊന്നും വരാതെ സൈലൻ്റ് അറ്റാക്സ് വന്നുകൊണ്ടിരിക്കും. അത് പിന്നെ നമ്മൾ വേറെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി അല്ലെങ്കിൽ എപ്പോഴേലും പോയി ECG ഒക്കെ നോക്കുമ്പോഴായിരിക്കും പണ്ട് അറ്റാക്ക് വന്നതിൻ്റെ ഓൾഡ് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഓൾഡ് അറ്റാക്കിന് വേറൊരു ലക്ഷണം ഈ ചെറിയ അറ്റാക്കുകളുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ വന്നു കഴിഞ്ഞ് മസിൽസ് വീക്കായി ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി, അങ്ങനെ കാർഡിയക് എന്നൊക്കെ പറഞ്ഞ് മസിൽ വീക്കായി കാർഡിയാക് ഫെയിലിയറിലേക്ക് പോകാം. അപ്പോൾ അതാണ് ബേസിക്കലി ഈ ഡയബറ്റിസിൻ്റെ കൊണ്ട് വരുന്ന ഹാർട്ട് അറ്റാക്കുകളുടെ പ്രത്യേകത. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ രക്തക്കൊഴൽ നെർവ്സിനും രക്തക്കൊഴലുകൾ വേണം. അതായത് ഈ പേസ് മേക്കർ, ഹാർട്ടിൻ്റെ പേസ് മേക്കറിന് വേണം. അതുപോലെ അതിനകത്ത് പെർക്കിഞ്ചി ഫൈബേഴ്സ് എന്നൊക്കെ പറയും. ഒരു പ്രത്യേക, അത് ഹാർട്ടിന് തന്നെ ഒരു നെർവ് സിസ്റ്റം ഉണ്ട്. അതിനൊരു പ്രത്യേക സ്കെലിറ്റൺ എന്ന് പറയും. അതിനകത്താണ് ഈ നെർവ് സിസ്റ്റം ഇരിക്കുന്നത്. അത് കൂടെയാണ് ഈ നമ്മളുടെ ഈ പമ്പിങ്ങിന് വേണ്ട ഇമ്പൾസസ്, വയറിംഗ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ, ഹാർട്ടിൻ്റെ വയറിംഗ് ഫങ്ഷൻ ചെയ്യുന്നത്. അതിലേക്കുള്ള ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പലപ്പോഴും ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് വരും, അരിത്മിയ, അതായത് നമ്മൾ പറയുമല്ലോ ഈ വെൻട്രിക്കുലർ അരിത്മിയ, ഏട്രിയൽ ഫിബ്രിലേഷൻ, ഇതൊക്കെ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ വരാം. പിന്നെ ഈ രക്തക്കൊഴലുകളുടെ ഉള്ളിലെ എൻഡോത്തീലിയത്തിന് വരുന്ന ഡാമേജ് പോലെ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിലെ വാൽവുകൾക്കും ഒക്കെ ഡാമേജ് വരാം. അപ്പോൾ പല ഹാർട്ട് പേഷ്യൻസിൻ്റെ, ഡയബറ്റിക് പേഷ്യൻസിൻ്റെ നമ്മൾ എക്കോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണും MR, അതായത് ഈ വാൽവുകൾക്ക് ഡാമേജ് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ വാൽവുകൾ ചുരുങ്ങി പോകുന്നതായിട്ട് അല്ലെങ്കിൽ ലീക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണാം. ഇതൊക്കെ ഈ ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ടും, അതായത് ഗ്ലൂക്കോസ് ഒരു ടോക്സിൻ പോലെ വർക്ക് ചെയ്ത് അതുകൊണ്ട് വരുന്ന ഡാമേജും കൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡയബറ്റിക് രോഗികളിൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏർലി ഡയഗ്നോസിസ് ആണ്. ഏത് രോഗത്തിനും അതാണ്. അത് ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡയബറ്റീസ് ആകുന്നതിൻ്റെ മുമ്പ് പലപ്പോഴും 10-20 വർഷം പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഇരുന്നിട്ടായിരിക്കും ഡയബറ്റീസിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും അവിടെ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ആദ്യം കൂടാൻ തുടങ്ങുന്ന ഇൻസുലിനാണ്. അപ്പോൾ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇൻസുലിനൊക്കെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇൻസുലിൻ എടുത്താലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല പാൻക്രിയാസ് എന്തോരം ഫങ്ഷൻ ചെയ്യുന്നുണ്ടാണ്. അതിന് നമ്മൾ C-പെപ്റ്റൈഡ് ആണ് നോക്കേണ്ടത്. പിന്നെ ഏർലി ഡയഗ്നോസിന് ഇപ്പോൾ നമ്മളപ്പം മരുന്നൊന്നും ഇല്ലാത്തവരോ ഇൻസുലിനൊന്നും എടുക്കുന്നില്ലാത്തവർക്ക് ഇൻസുലിനും ഷുഗറും നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒരു അറൗണ്ട് 100 ഷുഗറൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു 3, 4, 5, 6 ഒക്കെയോ ഇൻസുലിൻ വേണ്ടതുള്ളൂ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് 100, 50, 100, 200, 300 വരെയൊക്കെ ഇൻസുലിൻ ലെവൽ നിൽക്കുന്നവർ കാണാറുണ്ട്. അപ്പം അതാണ് പ്രത്യേകത വരുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. കൂടുതൽ ഇൻസുലിൻ വേണ്ടി വരുന്നു ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ പാൻക്രിയാസ് കൂടുതൽ ഉണ്ടാക്കേണ്ടി വരുന്നു. മേ ബി ഇൻസുലിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ റീസൺസ് ഒന്നും നമ്മളിപ്പോഴും അത്ര വ്യക്തമല്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് മാത്രം അറിയാമെന്നുള്ളതാണ്.
നെക്സ്റ്റ് നമ്മൾ ഒരിക്കലും ഏർലി ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ് ഷുഗർ അല്ല നോക്കിയിട്ട് മാത്രം കാര്യമില്ല. കാരണം നമ്മളെപ്പോഴും ഷുഗർ നോക്കാനൊക്കെ ആയിട്ട് ലാബിൽ പോകുമ്പോഴേക്കും ഒന്ന് ഡയറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പം HbA1c ആണ്. അപ്പം 3 മാസത്തെ ആവറേജ് HbA1c ആണ് നോക്കേണ്ടത്. HbA1c 5.7 കൂടുന്ന ഓർ 5.7 ഓർ എബോവ് 6.4 വരെയുള്ളതാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നെടുക്കുന്നത്. അപ്പം അതും നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. പിന്നെ ഈ ഡയബറ്റിസ് ഓൾറെഡി ഉള്ളവർക്ക് രക്തക്കൊഴലുകൾക്ക് എന്തോരം ഡാമേജ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ ശരിക്കും HSCRP എന്നും പറഞ്ഞൊരു ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ അതാണ് നമ്മൾ നോക്കാറുള്ളത്. പിന്നെ ഡയബറ്റിക് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അവരുടെ കിഡ്നി ഫങ്ഷൻ അറിയണം. ലിവറിൽ മിക്കവാറും ഇത്തരം പേഷ്യൻസിന് ഫാറ്റി ലിവറും സിറോസിസിനും സാധ്യത കൂടുതലാണ്, അതറിയണം. പിന്നെ കണ്ണിന് റെറ്റിനോപ്പതി ഉണ്ടോ എന്നറിയാനായിട്ടൊരു നമ്മുടെ സ്റ്റഡി നടത്തണം. പിന്നെ TMT നമുക്ക് പിന്നെ നമ്മുടെ രക്തക്കൊഴലുകളുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എത്രമാത്രം ഹാർട്ടിലേക്ക് രക്തഓട്ടം കിട്ടുന്നുണ്ട് എന്നറിയാനുള്ളതാണ് നമ്മൾ ഈ TMT എന്ന് പറയുന്നത്, അതായത് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് തന്നെ അവർക്ക് ഈ സ്ട്രോക്കിനുള്ള സാധ്യതയും കൂടുതലാണല്ലോ. സ്ട്രോക്കിനുള്ള സാധ്യത മാത്രമല്ല, അവരുടെ രക്തക്കൊഴലുകൾക്ക് മൊത്തത്തിൽ എത്ര ഡാമേജ് വന്നിട്ടുണ്ടെന്നറിയാൻ നമുക്ക് ഏറ്റവും സൂപ്പർഫിഷ്യൽ, അതായത് നമ്മുടെ സ്കിന്നിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന രക്തക്കൊഴൽ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലുള്ള ഹാർട്ടിലേക്ക് ബ്രെയിനിലേക്ക് രക്തം കൊടുക്കുന്ന കൊറോണറി ആർട്ടറിയാണ്. അപ്പം അതിനകത്ത് എന്തോരം കൊഴുപ്പടിഞ്ഞ് ഈ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വരുവാണല്ലോ ചെയ്യുന്നത്. കൊറോണറി ആർട്ടറിയിൽ കൊഴുപ്പടിഞ്ഞിട്ടാണല്ലോ ഈ ബ്ലോക്ക് വരുന്നത്. അതിനെ ഇങ്ങനെ അവിടെ ഒന്ന് വികസിപ്പിക്കാനാണല്ലോ നമ്മൾ സ്റ്റെൻറ്റ് ഇടുന്നത്. അല്ലെങ്കിൽ അവിടെ തീരെ അടഞ്ഞു പോയ 90% 100% അടഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു രക്തക്കൊഴൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബൈപ്പാസിൽ നമ്മുടെ കാലിൽ നിന്നൊരു രക്തക്കൊഴലെടുത്ത് നമ്മുടെ ഈ ആർട്ടിക് ആർച്ചുമായിട്ട് കണക്ട് ചെയ്ത് ആ ബ്ലോക്കിൻ്റെ ഇപ്പുറത്തേക്ക് വെച്ച് കൊടുക്കും. സോ ദാറ്റ് അതിനപ്പുറത്തുള്ളവർക്ക് ബ്ലഡ് കിട്ടുമെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മളത് ചെയ്യാൻ നോക്കുന്നത്. പലപ്പോഴും പക്ഷേ അവർ തീരെ ഡാമേജ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ പോലും ഈ ഡയബറ്റിക് പേഷ്യൻസിൽ അത്ര ഇഫക്റ്റീവ് ആകുകയില്ല. അതാണ്. അപ്പോൾ ചിലപ്പോൾ TMT പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ പോയി ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ കരുതും ഓക്കെ ആൻജിയോഗ്രാമിൽ കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ അപ്പം ഈ ആൻജിയോഗ്രാമിൽ നമ്മൾ അറിയണമെങ്കിൽ റീസണബിളി വലിയ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. ചെറിയ രക്തക്കൊഴലുകളുടെ ഡാമേജ് അറിയാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഉണ്ട് TMT ചെയ്തു, പോസിറ്റീവായി, ആൻജിയോഗ്രാം ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പക്ഷേ ആൾക്ക് പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അത് സംഭവിക്കുന്നത് ഈ രീതിയിലൊക്കെ കണ്ടിന്യൂസ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് വരാം. പിന്നെ ഉള്ളത് അടുത്ത ഒരു ടെസ്റ്റ് നമുക്ക് നോക്കാവുന്നത് ഒന്ന് CMT നോക്കാം, പിന്നെ ഹാർട്ടിൻ്റെ കാർഡിയോഗ്രാം. അതിലും നമ്മളുടെ ഈ രക്തക്കൊഴലുകൾ ഈ ഹാർട്ടിൻ്റെ മസിലിൻ്റെ പമ്പിങ് കപ്പാസിറ്റി, അവിടെ എപ്പോഴും പമ്പിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പമ്പിങ് ഈ പല ഡയബറ്റിക് പേഷ്യൻസിൻ്റെയും പമ്പിങ് കുറഞ്ഞു പോകും. അപ്പം അതിങ്ങനെ ഒരു ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി പമ്പിങ് കുറഞ്ഞു പോകും. അതൊരു കാർഡിയാക് ഫെയിലിയറിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നത്. പിന്നെയുള്ളത് CT ആൻജിയോഗ്രാമാണ് നമുക്ക് ചെയ്യുന്നത്. മറ്റേ CT ആൻജിയോഗ്രാം എന്നൊക്കെ പറയുന്നത് നമ്മൾ രക്തക്കൊഴലിൽ കൂടെ ഇത് വെച്ച് ഹാർട്ടിൽ അവിടെ ചെന്ന് അതിന് ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തൊക്കെ ചെയ്യുന്നതാണ്. അത് കുറച്ചും കൂടി റിസ്ക് കൂടുതലാണ്. ഇപ്പം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന CT ആൻജിയോഗ്രാം, MRI ആൻജിയോഗ്രാമും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഈവൻ ഇനിയിപ്പം ഫ്യൂച്ചറിൽ നമ്മൾ ഈ ആൻജിയോഗ്രാം നമ്മൾ ഈ പെർക്യൂട്ടേനിയസ് ആൻജിയോഗ്രാം ആവശ്യം വരികയില്ല എന്നുള്ളതുപോലെയാണ് പല ഇടത്തും ഇപ്പൊക്കെ അതൊക്കെ അവൈലബിൾ ആണ് കൂടുതലും. അപ്പോൾ അത് തന്നെ വെരി ഇഫക്റ്റീവാണ്. അപ്പം ഇതിൽ നോക്കുമ്പോഴും എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ കാൽസ്യം സ്കോർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ വന്ന് ഈ ഗ്ലൂക്കോസ് കാരണം ഇതെല്ലാം ഡാമേജായി അവിടെ കാൽസിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാൽസിഫിക്കേഷൻ വന്നാൽ എന്താ പ്രോബ്ലം? സാധാരണ പേഷ്യൻസിനാണെങ്കിൽ എപ്പോഴും ആൻജിയോപ്ലാസ്റ്റി ആണല്ലോ ചെയ്യുന്നത്, ഈ സ്റ്റെൻറ്റ് ഇട്ട് കറക്റ്റ് ചെയ്യാനാണ്. പക്ഷേ ഈ കാൽസിഫിക്കേഷൻ വന്നവർക്ക് സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വീണ്ടും ബൈപ്പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ബൈപ്പാസ് ആണെങ്കിലും കൊണ്ട് ഇവർക്ക് പലപ്പോഴും പ്രയോജനം ഉണ്ടാവാറില്ല എന്നുള്ളത്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്മോൾ രക്തക്കുഴലുകളെ എല്ലാം ബാധിച്ചിരിക്കുന്ന കാരണം നമ്മൾ ബൈപ്പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ മേജർ രക്തക്കുഴലുകളെ മാത്രമേ ബൈപ്പാസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിനപ്പുറത്തിരിക്കുന്ന സ്മോൾ രക്തക്കുഴലുകൾ ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് പലപ്പോഴും ഈ ഡയബറ്റിക് പേഷ്യൻസിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും വലിയ ബെനിഫിറ്റ് പലരും പറയും, സിംറ്റമാറ്റിക് ഒരു ബെനിഫിറ്റും വരുന്നില്ല. അതുപോലെ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ആ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ എക്സസൈസ് ടോളറൻസോ ഒന്നും കൂടി വരാതെ ഇരിക്കുന്നതും വളരെ കോമൺ ആണ് ഈ ഡയബറ്റിക് പേഷ്യൻസ്. അപ്പോൾ അത് കൂടെയാണ് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഹൈപ്പർ ടെൻഷൻ മാത്രമോ അല്ലെങ്കിൽ ആത്രോസ്ക്ലറോസിസ് മാത്രമേ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒക്കെ കൊണ്ട് മോർ ബെനിഫിറ്റ് വരാം. പക്ഷേ ഡയബറ്റിക് പേഷ്യൻറ്റിന് അത്രയും ബെനിഫിറ്റ് വരണമെന്നില്ല. അപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഇതിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കണം. ഇപ്പം നമുക്കറിയാം ഇപ്പം ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിന് കാരണം എന്നുള്ളത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ എന്താ കാരണം എന്നുള്ളതാണ് നെക്സ്റ്റ് അറിയേണ്ടത്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റഡീസ് കാണിക്കുന്നത് നമ്മളുടെ ബേസിക്കലി ഫാറ്റ് കൂടുന്നതാണ്, ബോഡിയിൽ ഒബേസിറ്റിയാണ് അല്ലെങ്കിൽ ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോയിൽ വരുന്ന വേരിയേഷനാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണം എന്നുള്ളതാണ്. ഇപ്പം ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ കുടവയറുള്ളവർക്കാണ് ഡയബറ്റീസ് വരുന്നത് നമുക്ക് കാണാം. പല ചിലരൊക്കെ ഉണ്ട് ഈ ഫാമിലിയിൽ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഓവർ വെയ്റ്റ് തന്നെ വേണമെന്നില്ല, ശരിക്കും നോർമൽ റേഞ്ചിലായിരിക്കും. ഇപ്പം നമ്മൾ ജനറലി ഒരു ജനറൽ സ്റ്റാൻഡേർഡ് നമ്മൾ നോർമൽ വെയ്റ്റ് എന്ന് പറയുന്നത് അപ് ടു 25 BMI ആണ്. പക്ഷെ അതിലും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇന്ത്യൻസിന് ശരിക്കും മാക്സിമം ആകാവുന്ന വെയിറ്റ് ജനറലി ഒരു ആവറേജ് ആയിട്ട് ചെയ്യുന്ന മാക്സിമം 23 ആണ്. അതേസമയത്ത് യൂറോപ്യൻസിനൊക്കെയാണെങ്കിൽ അവരുടെ ബോഡി ഇതനുസരിച്ച് 25 വരെ വരുന്നതിന് കുഴപ്പമില്ല. അപ്പം നമുക്കിവിടെ 23 വരെ നമ്മുടെ മാക്സിമം ആകാവുള്ളൂ. ഇപ്പം ഫാമിലിയലായിട്ട് ഡയബറ്റിക് ഉള്ളവർ എപ്പോഴും നമ്മുടെ BMI ലോ നോർമൽ, BMIക്കേക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലീൻ മാസ് എന്ന് പറഞ്ഞാൽ ഫാറ്റും അല്ലാതെ മസില്, ബോണ്, ബ്ലഡ് ഇതെല്ലാം കൂടെ കൂടിയുള്ള എത്ര വരുന്നുണ്ട്, എന്തോരം ഫാറ്റുണ്ട് നമ്മളുടെ നിന്നാണ്. ഫാറ്റിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, അതായത് ഇൻസുലിൻ വർക്ക് ചെയ്യാതാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബേസിക്കലി നമ്മളുടെ ഈ ഭക്ഷണമാണ് നമ്മളുടെ പ്രോബ്ലം ഏറ്റവും. അപ്പം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നതാണല്ലോ ഷുഗർ കൂട്ടാനായിട്ട് കാരണം. അപ്പോൾ ഈ ഷുഗർ കൂടാനായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഇപ്പോൾ ചോറോ ഗോതമ്പോ മൈദയോ ഒക്കെ വെച്ചിട്ടുള്ള കൂടുതൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ബ്ലഡിലെ ഷുഗർ കൂടുന്നത്. അപ്പം നമ്മുടെ ലിവർ വേണം ഇതിനെ ഫാറ്റാക്കി മാറ്റാൻ. എക്സസ് ഉള്ളതിനെ ഫാറ്റാക്കി മാറ്റേണ്ടത് ലിവറാണ്. ലിവർ ഫാറ്റാക്കാൻ നോക്കുമ്പം ഫാറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അതിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. ഫാറ്റിനെ നമ്മുടെ എഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ ഫാറ്റ് സെൽസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. അപ്പം ഈ ഫാറ്റ് സെൽസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ വണ്ണം കൂടി വെയിറ്റ് കൂടിക്കൊണ്ട് വരുന്നത്. ഇപ്പം ഈ ജന്മന തന്നെ നമ്മളുടെ മൊത്തത്തിൽ ഫാറ്റ് സെൽസ് കുറവുള്ളവരാണെങ്കിൽ അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വടവേറായിട്ട് ഫാറ്റ് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിന് ഇടയിൽ, വയറിനകത്ത്, അതുപോലെ നെഞ്ചിനകത്ത്, ഈവൻ നമ്മുടെ ഈ കൊറോണറി ആർട്ടറി ഉണ്ടല്ലോ, ആർട്ടറി നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നവരുടെ നമ്മൾ ഈ ബൈപ്പാസും ഒക്കെ ചെയ്യുമ്പോൾ കാണാൻ ബൈപ്പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഈ രക്തക്കൊഴലുകൾ വരുന്ന ഈ ഹാർട്ടിൻ്റെ പുറമെ തന്നെ ഫാറ്റ് അടിഞ്ഞിരിക്കുകയായിരിക്കും. നമ്മൾ ബോഡിയിൽ മാത്രമല്ല എല്ലാ രക്തക്കൊഴലുകൾ, നെർവ് ഒക്കെ പോകുന്നൊരു പാസേജ് ഉണ്ടല്ലോ, ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഫാറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം ഫാറ്റ് നിറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ ഫാറ്റ് എന്ത് പറയും? ഈ കൂടുതൽ കൊഴുപ്പുമായിട്ട് അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോൾ ഫാറ്റ് പറയും ഞങ്ങൾക്ക് വേണ്ട, നമ്മൾ കയറ്റില്ല എന്ന് പറയും. അപ്പോൾ എന്തോ ചെയ്യും? ഇതിങ്ങനെ ഈ കൊഴുപ്പ് ഇങ്ങനെ നമ്മുടെ ബ്ലഡിൽ കൂടെ നടക്കും. അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ച് കഴിയുമ്പോഴേക്കും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടി വരുന്നത്. അതിൽ ട്രൈഗ്ലിസറൈഡാണ് മോർ ഒരു ഇൻഡിക്കേറ്റർ. നമ്മുടെ ലിവറിന് ഓവർ ഇതാണ്, അതിനകത്ത് തന്നെ ഫാറ്റി ലിവർ വരും. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ വേറൊരു പ്രത്യേകത, അവർക്ക് ഫാറ്റി ലിവറിലേക്ക് പോകും. ഈ ഫാറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഫാറ്റ് അവിടെ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല.
ഫാറ്റ് കൊണ്ടുപോയി അഡിപ്പോസ് ടിഷ്യൂ, അതായത് കൊഴുപ്പ് സെല്ലിനകത്ത് കൊണ്ടുവന്നിരുമ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കെട്ടിക്കിടക്കും. അങ്ങനെയാണ് നമ്മൾ ഫാറ്റി ലിവറായിട്ട് മാറുന്നത്. ഈ ഫാറ്റി ലിവർ ഒരു പരിധി കഴിഞ്ഞ് അവിടെ ഫാറ്റ് നിന്ന് കഴിയുമ്പോഴാണ് അത് ഫൈബ്രോസിസ്, സിറോസിസ്, അവിടെ ഡാമേജ് വരുന്ന നാഷ്, ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറും. നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഡയബറ്റിക് പേഷ്യൻറ്റ് വെരി കോമൺ ആണ് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് നാഷിലേക്ക് വരും. അത് പിന്നെ സിറോസിസ് ആകും. അത് പിന്നെ ലിവർ ഡാമേജിലേക്ക് പോകും. അതാണ് വരുന്നത്. പിന്നെ ഈ ഫാറ്റ് ആണെങ്കിലും ഏത് തരം ഫാറ്റാണെന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇപ്പം പലപ്പോഴും നമ്മുടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് പലതും ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, ഈ ഡാൽഡ പോലെയുള്ള, ഇപ്പം ബേക്കറി ഐറ്റംസിലെല്ലാം അത് യൂസ് ചെയ്യുന്നത് ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. അതിനകത്ത് ട്രാൻസ് ഫാറ്റും ഉണ്ടാകും. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തന്നെ നമ്മുടെ ബോഡിക്ക് അറിയില്ല പ്രോപ്പർലി. കാരണം നമ്മൾ ഹ്യൂമൻ ജനറ്റിക്കലി ഇത്തരം ഫാറ്റൊന്നും നേച്ചറിലുള്ളതല്ല. സോ ഇതിങ്ങനെ വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് പ്രോപ്പർലി പ്രോസസ്സ് ചെയ്ത് ഈ ഫാറ്റിൻ്റെ ഉപയോഗം എന്താ? എനർജിയാക്കി മാറ്റാനാണ്. ഇതിനെ എങ്ങനെയാണ് എനർജിയാക്കി മാറ്റേണ്ടതെന്ന് നമ്മുടെ സിസ്റ്റത്തിന് അറിയില്ല. സോ അതുകൊണ്ട് അതും പോയി അവിടെ ഫാറ്റായിട്ട് കിടക്കും. അപ്പോൾ ഫാറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് തിരിച്ചെടുത്ത് ഉപയോഗിക്കാനും പറ്റില്ല, വല്ലാത്തൊരു സ്റ്റേജ് വരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പോൾ ഈ ഫാറ്റി ലിവറിലേക്കും ഈ ഡാമേജിലേക്കും പോകാനുള്ള വേറൊരു പ്രത്യേകത ഇപ്പോൾ പറയുന്നത്, നമ്മളുടെ ഇപ്പോഴത്തെ ഡയറ്റിൽ ഫ്രക്ടോസ് ഒത്തിരി കൂടുതലാണ്. സാധാരണ കാർബോഹൈഡ്രേറ്റ്, ഇപ്പോൾ അരിയോ ഗോതമ്പോ കപ്പയോ ഉരുളക്കിഴങ്ങോ ഒക്കെ ഡൈജസ്റ്റ് ചെയ്തുണ്ടായി വരുന്നത് ഗ്ലൂക്കോസാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന മധുരം, പഞ്ചസാരയിലാണെങ്കിൽ പകുതി ഗ്ലൂക്കോസും പകുതി ഫ്രക്ടോസുമാണ്. പിന്നെ ഇപ്പം നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നത് ഈ ഫ്രക്ടോസ് സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബേക്കറി, പേസ്ട്രി ഐറ്റംസ്, മധുരത്തിനായിട്ട് പലതിനും ഫ്രക്ടോസ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രക്ടോസിനെ ഹാൻഡിൽ ചെയ്യാനും ലിവറിന് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈവൻ നമ്മൾ പഴങ്ങൾ കഴിക്കുമ്പോഴും, ഇപ്പം നമ്മൾ ഈ പഴമൊക്കെ ജ്യൂസാക്കി കഴിക്കുമ്പോൾ ഒത്തിരി ഷുഗർ വരുന്നുണ്ടല്ലോ. ഷുഗർ മീൻസ് അതിനകത്ത് ഈ പഴങ്ങളുടെ മധുരം തരുന്നത് പ്രധാനമായിട്ടും ഫ്രക്ടോസാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് ജ്യൂസായിട്ടും പിന്നെ അതുപോലെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്തൊക്കെ ആണെങ്കിലും പലപ്പോഴും ഫ്രക്ടോസ് സിറപ്പ് വരുന്നു. അപ്പോൾ ഈ ഫ്രക്ടോസ് കൂടുതൽ വരുന്നത് നമ്മളുടെ ലിവറിനെ ഡാമേജ് ആക്കുന്നു. അതും നമ്മളുടെ ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരാനും ഒക്കെ കാരണമാകുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് വരുന്നത്. പ്രത്യേകിച്ച് ഫാറ്റി ലിവറിലേക്ക് പോകാനും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ പല കോംപ്ലിക്കേഷൻസിനും ഉണ്ടാക്കാനും ലിവറിൻ്റെ ഫങ്ഷൻ, കാരണം ലിവറാണല്ലോ എല്ലാം ഉണ്ടാക്കേണ്ടത്. അപ്പം ലിവറിൻ്റെ ഡാമേജ് വരുന്നതോടുകൂടി എല്ലാ സിസ്റ്റത്തിനും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുള്ളത്. അപ്പം ഈ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചിലർ കൂടുതൽ ഫ്രജൈലായിരിക്കും, അവർ ഹൈപ്പോഗ്ലൈസിമിയയിലേക്ക് പോകും. അപ്പം മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത് ഏറ്റവും വലുത്, പ്രത്യേകിച്ച് ഇൻസുലിൻ്റെയും എല്ലാ ഡയബറ്റിക് മെഡിസിൻ്റെയും സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോഗ്ലൈസിമിയ, അതായത് ഷുഗർ കുറഞ്ഞു പോകും. ഷുഗർ കുറഞ്ഞു വരുമ്പോൾ തന്നെ എന്ത് പറ്റും? മിക്കവാറും ഡയബറ്റിക് മരുന്നുകൾ എടുക്കുന്നവർക്കറിയാം, അവർ രാവിലെ ഇൻസുലിനോ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ മരുന്ന് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞാൽ ഒരു 11 മണി 12 മണി ആകുമ്പോഴേക്കും കൈ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും, ക്ഷീണം വരും. അല്ലെങ്കിൽ അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് തലകറക്കം വരും. അതുകൊണ്ട് എന്താ വെച്ചാൽ അവർ ചെയ്യുക, അവർ ആ സമയം ആകുമ്പോഴേക്കും അവർ ഫുഡ് എടുക്കാനായിട്ട് ഡയറ്റൊക്കെ ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുകയില്ല. കാരണം ടയർഡ്നെസ് വരും, വിറയൽ വരും, ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് കോമ്പാക്ട് ചെയ്യാനായിട്ട് ഇവൻ മധുരം തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ എല്ലാവരോടും പറയില്ല, ഇൻസുലിനൊക്കെ എടുക്കുന്നവരെപ്പോഴും ഷുഗർ കയ്യിൽ വെച്ചിരിക്കണം, ഓരോ സ്വീറ്റ്സ് എന്തെങ്കിലും കയ്യിൽ വെച്ചിരിക്കണം. കാരണം ഹൈപ്പോഗ്ലൈസീമിയ നമുക്ക് കൂടുതൽ ഡേഞ്ചറസ് ആണ്. ഇപ്പം നമുക്ക് 300 400 ഷുഗറുള്ള ഒരു പേഷ്യൻറ്റിനും ഒരു കുഴപ്പമില്ലാതെ നടക്കാൻ പറ്റും. പക്ഷേ ഷുഗർ മിനിമം 70ഒക്കെയാണ് ലോ ഷുഗർ നോർമൽ എന്ന് പറയുന്നത്. പക്ഷേ അത് 60ലേക്കോ 50ലേക്കോ 40ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോധക്കേട് വരും, നമ്മുടെ കോമയിലേക്ക് പോകാം. നമ്മുടെ ബ്രെയിനിന് വേണ്ട അത്യാവശ്യം ഫങ്ഷൻ ചെയ്യാൻ, ബ്രെയിൻ സെൽസിന് ഫങ്ഷൻ ചെയ്യാൻ ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ഇല്ലാതെ ബ്രെയിൻ സെൽസിന് ഫങ്ഷൻ ചെയ്യാം. പക്ഷെ അത് നമ്മൾ ഗ്രാജുവൽ അതിലേക്ക് ഒരു കീറ്റോൺ ബോഡി യൂസേജിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ഈ മരുന്ന് വെച്ചിട്ട് ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പം വന്ന ഉടനെ അത് കീറ്റോൺ ബോഡി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് പല ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പലപ്പോഴും എടുക്കുമ്പം അവർക്കിപ്പം ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റിനോ അല്ലെ എപ്പിലിപ്സിയുടെ ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ നമുക്ക് കീറ്റോ ഡയറ്റ് യൂസ് ചെയ്യാം. ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ. പക്ഷേ അത് നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്.
ഗ്ലൂക്കോസ് കുറച്ചുകൊണ്ട് വന്ന് എന്നാൽ പോലും നമുക്ക് ഒരു 50 to 100 ഗ്രാം ഗ്ലൂക്കോസ് നമുക്ക് ഈ ഇതിലുള്ളവർക്ക് പോലും എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം അതാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഈ ബ്രെയിൻ സെൽസിന് കീറ്റോൺ ബോഡി ഒന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല. അവർ എപ്പോഴും ഷുഗർ കൂടി നിൽക്കുക. അപ്പം ബോഡി അതിനോ ബ്രെയിൻ സെൽസ് ഒന്നും അതിന് പ്രിപ്പയർഡ് അല്ല. അപ്പം പെട്ടെന്ന് ഇൻസുലിൻ എടുത്തു. അവർ അന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കഴിച്ചത് ഛർദ്ദിച്ചു, അല്ലെങ്കിൽ ഛർദ്ദിച്ചു ഇല്ല, അത് അബ്സോർപ്ഷൻ നടന്നില്ല, ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം വന്നു. അപ്പം മതി ഒരു ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാൻ. നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മൾ കാണുന്ന എന്താ, ഡയബറ്റിക് പേഷ്യൻസ് നൈറ്റിൽ ഒരു ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൂടെ എടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ വല്ല പുറത്തുനിന്നുള്ള ഫുഡാണ്, ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാതെ ഇരുന്നാൽ മതി. ഈ ഇൻസുലിനും എടുത്തിട്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് നൈറ്റിലൊക്കെ പോവാം. പലരും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നൈറ്റിൽ ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഹൈപ്പോഗ്ലൈസീമിക് അറ്റാക്ക് വരുന്നത്. ഇൻസുലിൻ മാത്രമല്ല, ഡയബറ്റിക് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലും ഇൻസുലിൻ്റെ അളവ് കൂട്ടുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് വരുന്നത്. അപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കാരണം മരുന്നോ ഓപ്പറേഷനോ അല്ല ഡയബറ്റിസിൻ്റെ മരുന്നിൻ്റെ കുറവ് കൊണ്ടല്ല ഡയബറ്റിസ് വരുന്നത്. അപ്പം നമ്മളുടെ ഡയബറ്റിസ് വരാൻ കാരണം എന്താ? എക്സസ് കാലറി ഇൻ ഫുഡ്, എക്സസ് ഗ്ലൂക്കോസ് ഇൻ ഭക്ഷണത്തിലുള്ള കൂടുതൽ ഗ്ലൂക്കോസും ആണ് നമ്മളുടെ ഗ്ലൂക്കോസ് കൂടാനുള്ള കാരണം. ഗ്ലൂക്കോസ് കൂടുമ്പോഴാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഭക്ഷണത്തിൻ്റെ പ്രോബ്ലമാണ്, പിന്നെ എക്സസൈസിൻ്റെ കുറവ്. ഇപ്പം നമുക്ക് ഇത്രയും ഡയബറ്റിസ് കൂടാൻ കാരണം നമ്മളുടെ ജീവിതശൈലിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നില്ല, അതേസമയത്തും കാലറി കൂടുതലുള്ള ഭക്ഷണം വരുന്നു. അതിനൊപ്പം തന്നെ പലതരം ന്യൂട്രീഷനും കുറവുമായിരിക്കും. കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതലായിരിക്കും. അതേസമയത്ത് നമ്മൾ ഈവൻ ഫാറ്റിൽ തന്നെ ഒമേഗ 3 കുറവായിരിക്കും, വൈറ്റമിൻസ് കുറവായിരിക്കും, മിനറൽസ് കുറവായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മളുടെ ആ കാലറി നമ്മളുടെ ബോഡിയുടെ മെറ്റബോളിസത്തെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ കീഴിലാണ് വരുന്നത്. വൺസ് ഡയബറ്റിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളിനുള്ളിൽ മരുന്ന് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് ഡയബറ്റിസിൽ നിന്ന് റീവേഴ്സ് ചെയ്തില്ലെങ്കിൽ അവർക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഓവർ വെയ്റ്റിലേക്ക് പോകും. മരുന്ന് ഉപയോഗിച്ച് നമ്മൾ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ, ഇൻസുലിൻ ഉപയോഗിച്ച് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നവർക്കറിയാം, മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ അവരുടെ വെയിറ്റ് കൂടാൻ തുടങ്ങും. പ്രഷർ ഇല്ലെങ്കിലും പ്രഷർ വരും. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതൽ ആദ്യം ഇല്ലായിരുന്നെങ്കിലും പതുക്കെ അത് വരാൻ തുടങ്ങും. അപ്പോൾ അതിനും കൂടെ മരുന്നെടുക്കേണ്ടി വരും. അപ്പം ഡയബറ്റിസ് തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം. പ്രഷറും കൊളസ്ട്രോളും അതും ഹാർട്ട് അറ്റാക്ക് കൂട്ടും. പിന്നെ ഒബേസിറ്റി വീണ്ടും ഹാർട്ട് അറ്റാക്ക് കൂട്ടും. അപ്പോൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് ഓരോരോ രോഗങ്ങൾ നമ്മളുടെ ഹാർട്ടിന് അറ്റാക്ക്, ഹാർട്ടിന് ഡാമേജ് വരുത്താവുന്ന രോഗങ്ങളും കൂടി വരുമായിരിക്കും വൺസ് നമ്മൾ മരുന്നിലേക്ക് പോകുമ്പോൾ. അപ്പം ബേസിക്കലി ഇതിൻ്റെ എല്ലാം കാരണം എന്താ? ജീവിതശൈലി രോഗമാണ്. ഡയബറ്റിസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടുന്നു, ട്രൈഗ്ലിസറൈഡ് കൂടുന്നു, ഫാറ്റി ലിവർ എല്ലാം ജീവിതശൈലി രോഗമാണ്. അപ്പം നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം മാറുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാൽ, ബേസിക്കലി ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നു. രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരാൻ കാരണം ഗ്ലൂക്കോസ് കൂടിയതുകൊണ്ടാണ്. അപ്പം ഡയബറ്റിസും ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഇൻസുലിൻ കൂടുന്നതുമാണ് ഇതിന് കാരണം. അപ്പം നമ്മൾ അതിനെ ഡയബറ്റിസിനെ റിവേഴ്സ് ചെയ്ത് ഡയബറ്റിസ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബേസിക്കലി ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളത് 100% റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഇൻസുലിൻ്റെ ഉപയോഗം വേണം. പക്ഷെ നമ്മൾ അതും ജുഡീഷ്യസ് യൂസ് ആവണം. ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസ് ഏറ്റവും ലോ BMIയിൽ നമ്മുടെ ബോഡി കോമ്പോസിഷനിൽ കൊഴുപ്പിൻ്റെ അളവ് ആണുങ്ങളാണ് 10 to 15, ലേഡീസ് ആണെങ്കിൽ 15 to 25 ആക്കി നിർത്തണം. കൊഴുപ്പ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ അവിടെയും റെസിസ്റ്റൻസ്, ടൈപ്പ് 1 ഡയബറ്റീസിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അതുകൊണ്ട് നമ്മുടെ ബോഡി കോമ്പോസിഷൻ ഒപ്റ്റിമൈസ് ചെയ്ത് ഏറ്റവും മിനിമം ഇൻസുലിനിൽ ഏറ്റവും ബെസ്റ്റ് ഡയബറ്റിക് കൺട്രോൾ കിട്ടിക്കാമെന്നാണ് ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻ്റ് നോക്കേണ്ടത്. ടൈപ്പ് 2 പേഷ്യൻസ് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ 100% റിവേഴ്സിബിളാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
ശരിക്കും നമ്മുടെ ഈ നവംബർ 14th വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് നോക്കുന്നത്. അപ്പം WHO തീം ആണെങ്കിൽ പോലും ഇപ്പം ഓരോന്നിനും ഉണ്ടല്ലോ ഒരു സ്ലോഗനും ഒക്കെ. ആക്സസ് ടു ഡയബറ്റിക് കെയർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡയബറ്റീസ്, എല്ലാവർക്കും ഇൻസുലിനും, എല്ലാവർക്കും ഡയബറ്റീസിന് മെഡിസിൻ കൊടുക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കണമെന്നുള്ളതാണ് WHO പോലും ചെയ്യുന്നത്. പക്ഷെ അവരുടെ കണക്കനുസരിച്ചും WHO അറിയാം ഇത് ജീവിതശൈലി രോഗമാണെന്ന്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവയർനെസ് ടു ഡയബറ്റീസ് റിവേഴ്സൽ ആൻഡ് ഇറാഡിക്കേഷൻ. ശരിക്കും നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളത് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാം. നമ്മൾ പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്തതിനേക്കാളും എളുപ്പമാണ്. കാര്യം നമ്മൾ വാക്സിൻ കൊടുത്ത്, അത് നമ്മുടെ കയ്യിലല്ലല്ലോ, വൈറസിൻ്റെ കയ്യിലുണ്ട് ഒരു പരിധി വരെ കൺട്രോൾ. എന്നാൽ പോലും നമുക്കതിന് സാധിച്ചു. പക്ഷെ പോളിയോയേക്കാൾ എന്തോരം ഡാമേജ് ചെയ്യുന്ന രോഗമാണ് ഡയബറ്റീസ്. ഡയബറ്റീസ് കാരണം കാഴ്ച പോകുന്നു, കിഡ്നി ഫെയിലിയർ വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആവുന്നു, ആംപുട്ടേഷൻ വേണ്ടി വരുന്നു. അത്രയും ഇതായിട്ടുള്ളത് ഇതൊരു 100% റിവേഴ്സിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100% റിവേഴ്സിബിളാണ്. ജീവിതശൈലി കറക്റ്റ് ചെയ്തതുകൊണ്ട് ചെയ്യാവുന്ന ഒരു രോഗത്തെ നമുക്ക് അതിനെ എപ്പോഴും നമ്മൾ മരുന്ന് കൊടുത്ത് മാനേജ് ചെയ്യാൻ നോക്കുന്നു. അവിടെയാണ് നമുക്ക് വന്നിരിക്കുന്ന വ്യത്യാസം. അതിലാണ് ഒരു ചേഞ്ച് വരേണ്ടത്. ബേസിക്കലി നമ്മൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് റിവേഴ്സ് ഡയബറ്റിക്സ് ആൻഡ് ഇറാഡിക്കേറ്റ് ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് അറ്റ്ലീസ്റ്റ്, അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പം ആ ഒരു നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളിതിനൊരു സമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചുരുക്കി വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവനവനാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് മരുന്നോ ഹോസ്പിറ്റലോ അല്ല അത് ചെയ്യേണ്ടത്. അവനവൻ ഫുഡിലും എക്സസൈസും വെച്ച് ആവശ്യത്തിന് മാത്രം കഴിക്കുക. അത്യാവശ്യം നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് ആർക്കും ഇന്നൊരു എക്സസൈസും വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള വ്യായാമം ചെയ്യുക, നമ്മളുടെ ജോലിക്കനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് കൂടിപ്പോകാതിരിക്കുക, കൊഴുപ്പിൻ്റെ അളവ് കുറച്ച്, നമ്മളുടെ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവന്ന് ഇൻസുലിൻ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇൻസുലിൻ എഫക്റ്റീവായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാൻ നോക്കും. അത്രയും ചെയ്താൽ മതി. ശരിക്കും നമുക്ക് ഈസി ആയിട്ട് ഈ ഡയബറ്റീസും മാറ്റാം. ഡയബറ്റീസ് വെച്ചിട്ടുള്ള എല്ലാ കോംപ്ലിക്കേഷനുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഒരാൾ ഒരു മനസ്സിലാക്കി, നമ്മൾ പോയി ഒരു ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തു, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, HbA1c 6.4 6.5 ഒക്കെ ആയി, ഒരു പ്രീ ഡയബറ്റീസിൽ നിന്ന് ഡയബറ്റീസിലേക്ക് മാറി. പക്ഷേ ഓൾറെഡി മരുന്നുകളൊന്നും എടുക്കുന്നില്ല. വെയിറ്റ് നോക്കി നമുക്ക് കുറച്ച് 25 ഉള്ളൂ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഡയബറ്റീസ് ഉള്ളവരോ അല്ലാത്തവരോ വെയിറ്റൊക്കെ നോക്കി നമ്മൾ BMI 25 അപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് നോക്കാവുന്നത് വെയിറ്റ് നോക്കുക, HbA1c നോക്കുക, ഇൻസുലിൻ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുണ്ട്, HbA1c കൂടുതലാണെങ്കിൽ സ്വയം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡയറ്റ് നോക്കുക, എക്സസൈസ് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ, മറ്റു രോഗങ്ങളൊന്നുമില്ല, ഒത്തിരി മരുന്നൊന്നും കഴിക്കാനില്ലാത്തവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എക്സസൈസ് ചെയ്യുക, മോഡറേറ്റ് ആയിട്ട് നമുക്ക് പറ്റുന്നത് പോലെയുള്ള എക്സസൈസ്. ഒത്തിരി ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ ജോഗിങ്ങും ചാട്ടോ ഓട്ടോ ഒക്കെ പോലെയുള്ളത് ചെയ്യാതെ ഫ്ലോർ എക്സസൈസ്, കിടന്നുകൊണ്ട് ചെയ്യാവുന്ന യോഗയൊക്കെ പോലെയുള്ളത് ചെയ്യുക. പിന്നെ സ്വിമ്മിങ് പോലെയുള്ള എക്സസൈസ് ചെയ്യാം. ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ സ്വിമ്മിങ് ആണ് അവർ ചെയ്യേണ്ടത്. അത് എക്സസൈസിൻ്റെ പാർട്ട്. പിന്നെ ഡയറ്റിൽ എന്ത് ചെയ്യണം? മെയിനായിട്ട് കഴിക്കുന്ന ലീഫി വെജിറ്റബിൾ ആയിരിക്കണം. അതുപോലെ പയറുവർഗ്ഗങ്ങളും നോൺ വെജ് ഐറ്റംസും കഴിക്കാം. പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും കഴിക്കണം വാട്ടറി ആയിട്ട്. പിന്നെ ഈ ഫുഡ് തന്നെ ഒരു സൂപ്പ് ഫോർമാറ്റിലാക്കുക. അപ്പം നമുക്ക് ഇപ്പം ഒരാൾ ഈ പറയുന്നത് പോലെ ഒരു 160 സെൻറ്റിമീറ്ററുള്ള ഒരു ലേഡി, അവർക്കൊരു 70 കിലോ ഉണ്ട്. അവർ പോയി നമ്മളിപ്പം ഡയബറ്റീസ് സസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 70 കിലോ ഉണ്ട്, ഡെഫിനറ്റ്ലി ഒരു 10-15-20 കിലോളം ഓവർ വെയിറ്റ് ആണ്. അപ്പം അത് മനസ്സിലാക്കാം. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഹൈറ്റ് -110 ആണ് ഐഡിയൽ ഏകദേശം ആയിരിക്കേണ്ടത്. ഹൈറ്റ് -100 ആണ് മാക്സിമം ആകാവുന്നത്. അപ്പോൾ 160 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് മാക്സിമം ആകുന്ന 60, ഇവിടെ ഓൾറെഡി 70 അപ്പോൾ ഏതായാലും ഒത്തിരി ഓവർ വെയിറ്റാണ്. പിന്നെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് -110 ആണ്. അപ്പോൾ 160 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 50 കിലോ ഒക്കെ മതി, അതാണ് ഐഡിയൽ.
അപ്പം ഓൾറെഡി ഓൾമോസ്റ്റ് മാക്സ് 10 to 20 kg കൂടുതലായിട്ടിരിക്കുകയാണ്. എക്സസ് ഫാറ്റ് ഉണ്ട് ബോഡിയിൽ. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫാറ്റ് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഫി വെജിറ്റബിൾസ് ഒരു 100 to 200 gram ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ വാട്ടറി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് നോൺ വെജ് ഐറ്റംസ്, ഫിഷും, നമ്മൾ മലയാളികളല്ലേ, എല്ലാവർക്കും ഫിഷും മീറ്റും ഒക്കെയാണ് വേണ്ടത്. ക്യാൻ ആഡ് സം ഫിഷോ മീറ്റോ നമുക്ക് ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യാം. ഓർ പയറുവർഗ്ഗങ്ങൾ, അത് വെച്ചിട്ട് ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കി 3 നേരം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തെ ആവറേജ് എന്ന് പറഞ്ഞാൽ 3 മാസത്തിനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഷുഗർ മാത്രം നോക്കാൻ പോകണ്ട. HbA1c തന്നെ നോക്കുക. ഒരാഴ്ച കൊണ്ട് HbA1c കുറഞ്ഞിട്ടുണ്ടാവും. നമ്മളവിടെ കുറയ്ക്കേണ്ടത് അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ്, ഫ്രൂട്ട്സും ആണെങ്കിൽ, ഫ്രൂട്ട്സ് വല്ല ഓറഞ്ചൊക്കെ പോലെ വാട്ടർ ആണെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം, അല്ലാത്തതും കൂടെ കുറയ്ക്കുക. അപ്പോൾ ഈ ലീഫി വെജിറ്റബിൾസും വാട്ടറി ഫ്രൂട്ട്സ് ഓർ വാട്ടറി വെജിറ്റബിൾസ് അതും മോഡറേറ്റ് ക്വാണ്ടിറ്റി, അതും ഇഷ്ടം പോലെ കഴിക്കുക എന്നുള്ളതല്ല, ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ എക്സസൈസും ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യലി ഒരാഴ്ചയിൽ 1 കിലോയിലും കുറയ്ക്കാൻ പറ്റും. അവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരാഴ്ച തുടക്കത്തിൽ 1 to 2 kg കുറയ്ക്കാൻ പറ്റും. അത് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക സെൽഫായിട്ട് തന്നെ. പിന്നെ ബേസിക്കലി ഇതൊക്കെ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി രോഗമാണ്, മരുന്നല്ല ഇതിൻ്റെ പരിഹാരം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒത്തിരി രോഗങ്ങളുണ്ട്, കുറേ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട് 30 വർഷമായിട്ട് ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ല 40 വർഷമായിട്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ കൂടെ 30 വർഷമായിട്ട് ഡയബറ്റീസ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് മറ്റ് രോഗങ്ങളും വന്നിട്ടുണ്ടാകും. മറ്റവരുടെ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും, ലിവറിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും, ഈ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനത്തെ മൾട്ടിപ്പിൾ പ്രോബ്ലംസിലേക്ക് പോയിട്ട് ഈവൻ സ്കിന്നിനെ അഫക്റ്റ് ചെയ്തു. ഡയബറ്റിക് സ്കിന്നിൻ്റെ ചൊറിച്ചിലും അൾസറും ഈവൻ ന്യൂറോപ്പതിയും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടിയിരുന്നു. പക്ഷേ ഇവർക്കാണെങ്കിലും ഇവർക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മരുന്നുകളുള്ളപ്പോൾ ഈ മരുന്നുകൾ കുറയ്ക്കാതെ ഡയബറ്റീസിന് ഈ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡയബറ്റീസിൻ്റെ മെഡിസിനും ഇൻസുലിനും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കൺട്രോൾ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടി വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. പ്രമേഹത്തിൽ നിന്നും മോചനം നേടിയാൽ അതുമൂലം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വൃക്കത്തകരാറും വ്രണങ്ങളും ഒക്കെ ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിന് ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷകമിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും
ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിലെത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഹാർട്ട് ഡിസീസുമായിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻ്റ് എന്ത് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഡയബറ്റിസ് പേഷ്യൻ്റ്, നമ്മൾ ഹാർട്ട് ഡിസീസ് പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ശരിക്കും ഡയബറ്റിസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഓൾറെഡി ബൈപ്പാസ് ചെയ്തു, 1-2 പ്രാവശ്യം സ്റ്റെൻറ്റ് ഇട്ടു, അത് കഴിഞ്ഞ് ബൈപ്പാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെൻറ്റ് ഇട്ടു, ഇനി ഒന്നും ചെയ്യാനില്ല, സ്റ്റെൻറ്റ് ഇടാനില്ല, ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഒട്ടും എക്സസൈസ് ടോളറൻസ് ഇല്ല, ഒന്ന് കുളിക്കാനോ ഒരു ആക്ടിവിറ്റിക്കോ ഉള്ള ശേഷിയില്ലാത്തവർ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. ഒരു കെട്ടു മരുന്നും ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാലത്തിൽ കൂടെ കഴിഞ്ഞു പോയ ഒരാൾക്ക് ഈ കുറേ സ്റ്റെൻറ്റും ബൈപ്പാസും എല്ലാം ചെയ്ത ഒരാൾക്ക് നമുക്കറിയാമല്ലോ, ഒരു കെട്ട് മരുന്നുണ്ടാകും. ഒരു 10-15 മരുന്നെങ്കിലും ഉണ്ടാകും. ഡയബറ്റീസിനുണ്ടാകും, കൊളസ്ട്രോളിനുണ്ടാകും, പ്രഷറിന് വേണ്ടിയിട്ടുണ്ടാകും, പിന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുണ്ടാകും, മിക്കവാറും അവർക്ക് ഫാറ്റി ലിവറും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അതിൻ്റെ കൂടെ ആങ്സൈറ്റിക്കും എല്ലാം കൂടെ മരുന്നായിരിക്കും കഴിക്കുന്നത്. വയറിനൊക്കെ പല പ്രശ്നങ്ങളും ആയിരിക്കും. കാരണം ഇത്രയും മരുന്നെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ വയറിനുള്ള അസ്വസ്ഥതകൾ, ആകെ കഷ്ടപ്പാടിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ചില പേഷ്യൻസ് ആണെങ്കിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷനും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു TMT എടുത്ത് പോസിറ്റീവാണ്. അപ്പോൾ അവരോട് ആൻജിയോഗ്രാം വേണമെന്ന് പറഞ്ഞു. ചിലർ അങ്ങനെ ആയിരിക്കും വരുന്നത്. ചിലർക്ക് ഡയബറ്റീസ് ഉണ്ട്, അവർക്കത് മാറണം, അത്രയേ ഉള്ളൂ. അപ്പം ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ചിലരുണ്ട് മരുന്നൊന്നും കഴിക്കുന്നില്ലാത്തവരും ഉണ്ട്. ചിലപ്പം SbA1C ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട് അറൗണ്ട് 600-ലൊക്കെ ഷുഗറുമായിട്ടിരിക്കുന്നവർ, SbA1C 15 ഒക്കെ ഉള്ളവരെയും കാണാറുണ്ട്. ചിലർ മരുന്ന് എടുക്കുന്നവരായിരിക്കും, മരുന്ന് എടുക്കാത്തവരായിരിക്കും. ആൻജിയോഗ്രാം ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റിയില്ല, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ആർക്കാണെങ്കിലും നമ്മളുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനം, നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ, ഹാർട്ടിൻ്റെ എന്താണ് സിറ്റുവേഷൻ നോക്കും. അതുപോലെ തന്നെ മറ്റവയവങ്ങളുടെ പ്രത്യേകിച്ച് കിഡ്നി ഫങ്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡയബറ്റിക് പേഷ്യൻ്റാണ്, അവരുടെ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു വരുന്ന കൂടുതൽ പാടാണ്. ഒരു ഗ്രേഡ് 3 ഡയബറ്റിക് കിഡ്നി ഫെയിലിയർ വരെയാണെങ്കിൽ കുഴപ്പമില്ല. 4ലേക്കും 5ലേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാടാണ്. പ്രത്യേകിച്ച് കിഡ്നി ഫെയിലിയർ 5 എത്തിയിട്ടുണ്ടെങ്കിൽ പാടാണ്. പക്ഷേ എന്നാലും ഡയബറ്റിസ് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരിക്കും. ചിലരുണ്ട് കിഡ്നി ഫെയിലിയറാണ്, അതുകൊണ്ട് ഇനി ബൈപ്പാസ് ചെയ്യാനോ അല്ലെ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വരുന്ന പേഷ്യൻസും ഉണ്ട്. അതായത് തീരെ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും. അതായത് നമുക്ക് ശരിക്കും ഡയബറ്റിക് പേഷ്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ഹാർട്ട് ഇമ്പോർട്ടൻ്റാണ്, പക്ഷെ കിഡ്നി അതിലും ഇമ്പോർട്ടൻ്റാണ്. കാരണം കിഡ്നി ഫെയിലിയറുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും.
അപ്പം നമ്മൾ ഡയാലിസിസും ഒക്കെ ആയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ആൻജിയോഗ്രാം ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ കിഡ്നി ഫങ്ഷൻ നോക്കി കിഡ്നി ഫങ്ഷൻ ഓക്കെ ആണെന്ന് ഉറപ്പിക്കാതെ, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനലി ഉണ്ടെന്നല്ല, നമ്മളൊരു ഗ്രേഡ് 1 2 2-ന് താഴേക്ക് കിഡ്നി ഫങ്ഷൻ പോയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും ആൻജിയോഗ്രാം ഒക്കെ ഒഴിവാക്കണം. കാരണം ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയബറ്റീസ് മാത്രമാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ടെസ്റ്റുകൾ ഒന്നും ആവശ്യമില്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളാണ് നോക്കുന്നത്. ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോക്കാൻ നമ്മൾ നോക്കുന്നത് എക്കോയും ഈ CIMT, നമ്മൾ എത്ര രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ HSCRP, ട്രൊപ്പോണിൻ ലെവൽ, ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് എവറി വീക്ക് ബ്ലഡ് ടെസ്റ്റുകളാകുമ്പോൾ നമുക്ക് എവറി വീക്ക് ഇനിഷ്യലി ആദ്യത്തെ 3 വീക്സിൽ എവറി വീക്ക് നോക്കും, പിന്നെ മന്ത്ലി നോക്കും. ഇതാണ് വരുന്നത്. ഇപ്പം കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനെയാണ് നമുക്ക് ഏറ്റവും ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഈവൻ കിഡ്നി ഫെയിലിയറിലുള്ളവർക്കാണെങ്കിൽ പോലും നമ്മൾ വിതിൻ എ മന്ത് എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ടോ ഒന്ന് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. ഉള്ളി ഇപ്പോൾ സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ്, ഓൾറെഡി സ്റ്റെൻറ്റ് ഇട്ടു, ഒരു 2 മാസം ആയിട്ടുള്ളെങ്കിൽ അവർ 1 ഇയർ രക്തം കട്ടുപിടിക്കാനുള്ള നമ്മൾ ഈ യൂഷ്വലി കൊടുക്കുന്ന ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും പോലെയുള്ള മരുന്ന് 1 ഇയർ വരെ കഴിച്ചേ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ മരുന്നും കുറച്ചുകൊണ്ടോ നിർത്താൻ പറ്റും. ഡയബറ്റിസ് ടൈപ്പ് 2 ഡയബറ്റിസ് ആണെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ, അതായത് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റിസ് ആണെന്ന് ഉറപ്പിക്കുന്നത് ഇൻസുലിനും C-പെപ്റ്റൈഡും നോക്കിയിട്ടാണ്. ഇൻസുലിൻ C-പെപ്റ്റൈഡും നോർമൽ ഇതിലുള്ള ഒരു പേഷ്യൻ്റാണ്. എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റും അവർ എത്ര വർഷമായിട്ട് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരാണേലും ഇൻസുലിൻ എടുക്കുന്നവരാണേലും എല്ലാ മരുന്നും നിർത്തിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ നമ്മൾ മരുന്ന് എല്ലാവർക്കും പേടിയാണ്. ഈ നമ്മൾ ഡോക്ടറെ, ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഡയബറ്റീസിൻ്റെ മരുന്നൊക്കെ പെട്ടെന്ന് അങ്ങ് നിർത്താമോ എന്ന് ചോദിക്കും. ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്താതെ നമുക്ക് ഒരിക്കലും ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഡയബറ്റീസിൻ്റെ മരുന്ന് എടുക്കുന്നുണ്ടോ, അവർ ഗ്ലൂക്കോസ് ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിക്കാതെ അവർക്ക് പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ ഹൈപ്പോഗ്ലൈസീമിയ വന്ന ഒരു ബ്രെയിൻ ഡാമേജിലേക്ക് പോകും. അപ്പം ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് നിർത്തിക്കൊണ്ട് മാത്രമേ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. ഇപ്പം മരുന്നുള്ളവരോട് വെറുതെ മരുന്ന് നിർത്തിയിട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ, അത് അവർക്ക് എങ്ങനെയാണെന്നറിയാതെ. അപ്പം ക്ലിനിക്കലി അതിനാണ് ഇപ്പോൾ സപ്പോർട്ടും വേണ്ടി വരുന്നത്. അത് മോണിറ്ററിങ് വേണം, സപ്പോർട്ട് ആൻഡ് മോണിറ്ററിങ് വേണം. അപ്പോൾ മോണിറ്റർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാം. ഇപ്പോൾ ഷുഗർ, ഇൻസുലിൻ, ഡയബറ്റിക് മെഡിസിൻ നിർത്തിയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ 4 നേരം ഷുഗർ സ്റ്റേബിൾ ആവുന്നോടം വരെ 4 നേരം നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഷുഗർ നോക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, കയ്യിൽ കുത്തി നോക്കുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിനുള്ള മെത്തേഡ്സ് ഉണ്ട്. 2 ആഴ്ചത്തേക്ക് ഒക്കെയാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. സാധാരണ 2 ആഴ്ച മതി. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും ഷുഗർ കൺട്രോൾ ആകുന്ന പല പേഷ്യൻസും അങ്ങനെയുള്ളവരുണ്ട്. ഡയബറ്റീസ് ഒട്ടും കൺട്രോൾ അല്ലാത്തവർ, പലരും ഈ ഹാർട്ട് പ്രോബ്ലംസും ഒക്കെ ഉള്ളവർ ഈ സെൻസർ ഫിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സെൻസറൊക്കെ 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് അതൊക്കെ എടുത്ത് മാറ്റാം, പിന്നെ വല്ലപ്പോഴും നോക്കിയാൽ മതി. കാരണം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഷുഗർ കൺട്രോൾ ആകുന്നതും. അതുപോലെ നമ്മളുടെ എപ്പോഴാണ് നമ്മുടെ ഷുഗർ കൂടുന്നത്, എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ ഷുഗർ കൂടില്ല. അപ്പം ഇതിൽ നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് വെരി ഹൈ ഒമേഗ 3 ഉള്ളതും അതേസമയത്ത് എല്ലാ വൈറ്റമിൻസും മിനറൽസും കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള ഫുഡ് കഴിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മസിൽസിനും ഒരു സെഗ്മെൻ്റലായിട്ട്, അതായത് എല്ലാ മസിലിനും, ഇപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാ മസിലും കൂടെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് കാണാം പലരൊക്കെ ജിമ്മിൽ എക്സസൈസ് ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നൊക്കെ. അതൊക്കെ ഷട്ടിലൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ചാടി അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹോൾ ബോഡി ഒന്നിച്ചാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അങ്ങനെ ആവരുത്. നമ്മളൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ എല്ലായിടത്തോടും ഒന്നിച്ച് പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതൊരു സെഗ്മെൻ്റലായിട്ട് ഓരോ പാർട്ടിനായിട്ട് വേണം എക്സസൈസ് ചെയ്യിപ്പിക്കാൻ. അതേസമയത്ത് എല്ലാവർക്കും എത്തുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരു എക്സസൈസ് പാറ്റേണും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്കും റിസൾട്ട് വരെ കിട്ടാതെ വരുന്നില്ലെന്ന്. അതായത് ബേസിക്കലി ആർക്കെങ്കിലും റിസൾട്ട് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അത് അവർ നോക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതായത് ഈ മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സയൻസാണ്.
അതിനെക്കുറിച്ച് നമുക്കിപ്പം വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ സെല്ലുലാർ മെക്കാനിസം എല്ലാം വളരെ ക്ലിയർ സയൻറ്റിഫിക് ഐഡിയാസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ് ഇത് വരുന്നത്. നമ്മൾ ഈ ലൈഫ്സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്യുവർലി ഓൺ മോഡേൺ സയൻസിനെ ബേസ് ചെയ്യാം. മോഡേൺ മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് മരുന്നുകളുടെ ഉപയോഗമാണ്. മോഡേൺ ലൈഫ് സയൻസ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതേസമയത്ത് മരുന്നുകളും നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കണം, കാരണം ഇടയ്ക്കൊക്കെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്ന്, കാരണം നമുക്ക് ഭക്ഷണം എന്നുള്ളത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്ത് വേണേലും ഒരു ബുഫേ ഡിന്നർ വേണേലും കഴിക്കാം എന്നുള്ളതാണ്, പ്രൊവൈഡഡ് കിഡ്നി ഫെയിലിയർ വന്നിട്ടില്ലാത്ത ആൾക്കാണെങ്കിൽ. കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. അല്ല ജസ്റ്റ് ഡയബറ്റീസേ ഉള്ളൂ, ഹാർട്ടിന് മാത്രമേ ഉള്ളൂ പ്രശ്നമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊരു ബുഫേ ഡിന്നർ പോലും കഴിക്കാം. അന്നേരം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രേവിങ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ക്രേവിങ്, മൊത്തത്തിൽ ക്രേവിങ് ഉണ്ടാവും. അന്നേരം നമ്മൾ ആ ഷുഗർ നമ്മളുടെ ബോഡിയിൽ കുറച്ചെന്തെങ്കിലും കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യാം. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാവുന്ന അസുഖമാണ്. ഡയബറ്റീസ് റിവേഴ്സ് ചെയ്താൽ പിന്നെ ഡയബറ്റീസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതോടുകൂടി ഡയബറ്റീസ് മാത്രമല്ല മാറുന്നത്, ഏതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടോ, ആർത്രൈറ്റിസോ അലർജിയോ ആസ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ മാറും എന്നുള്ളതാണ്. മറ്റേതിനാണെങ്കിൽ നമ്മൾ ഓരോന്നിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. ഇത് ഒറ്റയടിക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, അതായത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമാകും. ഈവൻ സൈക്യാട്രിക് മെഡിസിൻസ് എടുക്കുന്നവർ, ഡിപ്രഷൻ, ആങ്സൈറ്റി മരുന്നുകൊണ്ടും പറ്റാതിരിക്കുന്നത്, അങ്ങനെ ഡിഫറെൻറ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് നമ്മൾ കാണുന്നുണ്ട്. ഒൺലി തിങ് നമ്മൾ മെൻ്റലി ഇത് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പം ചിലർ പറയും, ഡോക്ടർ പറയും, ഇപ്പം ഈ വീഡിയോസൊക്കെ കണ്ട് ചിലർ എഴുതും ഷോർട്ടാക്കി ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ അവർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് ക്ഷമയില്ല. ചിലപ്പം നമ്മളുടെ ഓരോരുത്തർക്കും ഇപ്പം എല്ലാവർക്കും ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് റാങ്കും ഡിസ്റ്റിങ്ഷനും ഒന്നും കിട്ടുന്നില്ലല്ലോ, ഫസ്റ്റ് ക്ലാസ്സും കിട്ടുന്നില്ല. നമ്മളുടെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പം നമ്മൾ മോർ എഫേർട്ട് എടുത്ത്, ഇപ്പോൾ കുട്ടികൾ അങ്ങനെയാണല്ലോ, അപ്പം ചിലർ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പം ബേസിക്കലി ഇത് നമ്മൾ 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ പറഞ്ഞാലൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂടുതൽ ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം ഇത് അത്ര കോംപ്ലിക്കേറ്റഡാണ്. നമ്മുടെ ലൈഫ് സയൻസാണ്. നമ്മൾ എത്ര വർഷമാണ് മലയാളം ഇംഗ്ലീഷും മാത്സും പഠിക്കാനായിട്ട് സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയെക്കുറിച്ച് പഠിക്കണമെങ്കിലും അത് മനസ്സിലാക്കി അതിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ എഫേർട്ട് എടുക്കണം, അതിനുവേണ്ടി പഠിക്കാനുള്ളൊരു ശ്രമം നടത്തണം. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരകരോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാകണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.